പച്ചയായ ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ അനാഥ ജീവിയാണ്. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാചകമാണിത്. അതെ, പലപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ നമ്മുടെ ഒപ്പം ബൈസ്റ്റാൻഡേഴ്സ് പലരുമൊക്കെ ഉണ്ടാകുമ്പോഴും അവിടെ ഒരു വല്ലാത്ത അനാഥത്വം ആ പേഷ്യൻറ്റിനെ ബാധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു നിഷ്കളങ്ക ഭാവത്തിൽ അവർ നമ്മളെ നോക്കുന്നുണ്ടാവും. പ്രൊസീജിയർ, അറ്റ്ലീസ്റ്റ് ഇൻവാസീവ് പ്രൊസീജിയറുകളുടെ കാര്യത്തിൽ അത് നടക്കുന്ന സമയത്തും അതിനുശേഷവും പേഷ്യൻ്റ് വൈറ്റൽസ് വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യണം. കാരണം എപ്പോൾ വേണമെങ്കിലും അപകടകരമായ രീതിയിൽ അവരുടെ വൈറ്റൽസിന് വേരിയേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ആ ഒരു മോണിറ്ററിങ് ഓഫ് വൈറ്റൽസ് എന്ന് പറഞ്ഞത് ഏതൊക്കെ പാരാമീറ്റേഴ്സ് വേണമെന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊസീജിയർ ആണ്. അത് എത്ര സമയം മോണിറ്റർ ചെയ്യണമെന്നതും ആ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പേഷ്യൻ്റ് അതിനുശേഷമുള്ള കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് എത്ര നേരം മോണിറ്റർ ചെയ്യണം എന്ന് നോക്കേണ്ടത്. സോ COP 7F says patients are appropriately monitored during and after the procedure. വളരെ കൃത്യമായിട്ട് അവിടെ ഒരു നിർദ്ദേശം കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിലൂടെ തരികയാണ്. നമ്മുടെ ആശുപത്രിയിൽ പ്രൊസീജിയറിനൊക്കെ എത്തുന്ന പേഷ്യൻ്റ് പലപ്പോഴും ആ ഒരു സമയത്തും അതിനുശേഷവും അവരുടെ കൂടെ ബന്ധുക്കൾ ആരും ഉണ്ടാവില്ല, നമ്മുടെ മാത്രം സംരക്ഷണയിലാണ് അവർ. സോ ആ ഒരു അനാഥത്വത്തിൽ നമുക്ക് സനാതനമാകുവാൻ കഴിയണം. COP 7F in NABH says that patients are appropriately monitored during and after the procedure.